ഒരു പ്രാവശ്യം ഞാൻ സുരഭിശ്വാസിന് കഴിഞ്ഞ ഒരു ബ്രേക്ക് എടുത്തിട്ടാണ് സൂസു കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുത്ത ടൈമിലാണ് സിനിമ ചെയ്യാനായിരുന്നു ഇഷ്ടം. അപ്പൊ ആ ടൈമിലാണ് എന്നെ ബിഗ് ബോസിന് വിളിക്കുന്നത്. എന്നാലും ഞാൻ ബിഗ് ബോസിന് പറ്റിയൊരു മെറ്റീരിയൽ അല്ലെന്ന് എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഞാൻ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണ്. പെട്ടെന്ന് കരയുന്ന ഒരാളാണ്. അതുകൊണ്ട് അതിന് പറ്റിയ ഒരാളല്ലെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ ശരിക്കും ഞാൻ ബിഗ് ബോസ് ഞാൻ പറയട്ടെ, ഞാൻ ദിൽഷയുടെ എൻട്രി ഉണ്ടായിരുന്നു എയർപോർട്ടില്. ഞാൻ കണ്ട ലേഡി ഒരു വിന്നറായ നീല്ലേ എയർപോർട്ടിൽ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് ആസ്വദിക്കായിരുന്നു ആ ഒരു മൂവ്മെന്റ്. കാര്യം ആസ്വദിക്കാൻ പറ്റി, നമുക്ക് ആസ്വദിക്കാൻ പറ്റില്ല ആ ഒരു മൂവ്മെന്റ് ഉണ്ടല്ലോ, ഇവളുടെ ആ ഒരു സന്തോഷം ഉണ്ടല്ലോ. ഞാൻ ആസ്വദിച്ച ഒരാളാണ്. ഇവള് ഇത് പ്രതീക്ഷിച്ചില്ല, ആള് വേണ്ട എന്ന് പറഞ്ഞു വന്ന ഞാൻ ശരിക്കും ബിഗ് ബോസ് ഹൗസിനകത്ത് പ്ലാൻ ചെയ്തതാണ്. എല്ലാവരും പോയതിനു ശേഷം ഞാൻ ഒന്നെങ്കിൽ ട്രെയിനിലോ അല്ലെങ്കിൽ ഫ്ലൈറ്റിലോ 2-3 ദിവസം അവിടെ സ്റ്റേ ചെയ്തതിനു ശേഷം വരാന്നുള്ള രീതിയിൽ ആ രീതിയിലായിരുന്നു പ്ലാൻ ചെയ്തത്. എന്റെ ഫ്ലൈറ്റ് ശരിക്കും കുറച്ച് ലേറ്റ് ആയിട്ടായിരുന്നു, ഞാനായിട്ട് മാറ്റിയതായിരുന്നു. എന്തായാലും അപ്പൊ ഇപ്പൊ നമ്മൾ അനുമോൾക്ക് സപ്പോർട്ട് ചെയ്യുന്നവർക്കും പോലും ഇപ്പൊ സൈബർ അറ്റാക്ക് ഇപ്പൊ എക്സാമ്പിൾ ആയിരുന്നു. ഇയാള് ആഴ്ചക്ക് ആഴ്ച വന്നിട്ട് സൈബർ അറ്റാക്ക് എടുക്കൊണ്ടിരുന്ന ആളായിരുന്നു. അപ്പൊ അത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അനുമോൾ. അല്ല, 25 പേരുണ്ടെങ്കിൽ അവരെല്ലാരും സ്നേഹിക്കുന്നവരുണ്ട്. ഇപ്പൊ അതില് ആണോ? അപ്പം പറയുന്നവര് പറഞ്ഞോട്ടെ എന്നതാണ്, മൈൻഡ് ചെയ്യാൻ പോകണ്ട. അതാണ് ഞാൻ എപ്പോഴും ഇപ്പം ഇത് എനിക്ക് കിട്ടിയൊരു ഭാഗ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം ഞാൻ പൊരുതി നേടിയതാണ് ഈ ഒരു കപ്പ് എന്ന് പറയുന്നത്. അതിപ്പം 24 മണിക്കൂറും ഈ ഒരു ലൈവ് കണ്ടോണ്ടിരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാവും